എന്തായാലും ഒരു റീൽ ചെയ്തേക്കാം, അങ്ങനെങ്കിലും റീച്ച് കയറട്ടെ. കാത്ത് മേലെ, കാത്ത് കീഴേ, കാത്ത് സൈഡിലെ, കാത്ത് റൈറ്റിലെ, வீட்டு மேல காத்தடிக்குது, காத்து ரொம்ப நாட்டடிக்குது, സൈഡിലെ பார்த்தா കുപ്പ മേടുമാ. ഇത് കൂടി ചെയ്തുകൂടായിരുന്ന പച്ചക്കല്ല പോയി ബിരിയാണി, ബിരിയാണി, മാംഗോ ബൈറ്റ് ബൈറ്റ്. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. കാത്ത് മേലെ, കാത്ത് കീഴേ, കാത്ത് സൈഡിലെ, കാത്ത് റൈറ്റിലെ, വീட்டு மேல காத்தடிக்குது, காத்து ரொம்ப நாட்டடிக்குது, സൈഡിലെ பார்த்தா ഉപ്പ മേടുമാ, കുപ്പ മേടുമാ. നീ ഇങ്ങനെ റീലും ചെയ്ത് നടന്നോ? എടി 10ാം ക്ലാസ്സിൽ നീ 6 കൊല്ലാണ് തോറ്റത്. ഒരു ഉത്തരവാദിത്വം ഒരു പെണ്ണ്. എനിക്കല്ല ഉത്തരവാദിത്വം ഇല്ലാത്ത മുത്തശ്ശിക്കാ. എന്തോന്ന്? ഞാൻ 3 വട്ടം 10ാം ക്ലാസ് തോറ്റപ്പോ മുത്തശ്ശി എന്താ പറഞ്ഞേ? എടി നീ ഇനി തോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിച്ചു വിടുമെന്ന്. എന്നിട്ട് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി 6 വട്ടം തോറ്റു വന്നു. എന്നിട്ട് കെട്ടിച്ചു വിടായിട്ടാണോ 10ാം ക്ലാസ് തോറ്റ പെണ്ണിന് ആർക്കും വേണ്ടെന്നാ പറയുന്നത്? എനിക്കും ഇല്ല സങ്കടങ്ങളൊക്കെ. എന്റെ കൂടെ പഠിച്ച മഞ്ജു 3 കെട്ടി. ഒന്നും കൂടി കെട്ടിരുന്ന അവള് 4 കെട്ടിനെ മഞ്ജു ആവുമായിരുന്നു. അതല്ല, അവളുടെ പിള്ളേരെ വെച്ച് അവള് സ്വന്തമായിട്ട് ഒരു അംഗനവാടി നടത്തുക. എനിക്കും ഇല്ലേ ആഗ്രഹങ്ങള്? അംഗനവാടി നടത്താനാ? അല്ല, ഒരു കുഞ്ഞിക്കാല് വേണമെന്നും അതിനെടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കണമെന്നും ഒക്കെ. കുഞ്ഞിക്കാലല്ലെങ്കിലും കൊഞ്ചിക്കാൻ പറ്റിയൊരു കാലുണ്ട്. ഇന്നാ കൊഞ്ചിക്കേ ലാളിക്കേ ചുമ്മവക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇത് കാലാതെ കൊഴക്കാല. എടി ഇതാണെടി കാല്. ഇത് കാലല്ല, ഇതാണ് ആണിക്കമ്പനി. ആണിക്കമ്പനി പോലും ഇത്ര ആണിയാണ്. എന്താടി നീ പറഞ്ഞ? എന്താ പറഞ്ഞെന്ന്? എടി ആണി കൊണ്ടാണ് അച്ഛനമ്മ ഇല്ലാത്ത നിന്നെ ഇത്രേ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഇതൊക്കെ കേൾക്കാനാണ് എന്നെ ഇവിടെ ഇട്ടേക്കുന്നേ. എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ. ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ? എന്നെ കൂടെ കൊണ്ടുപോ. മഞ്ജു വാര്യരൊന്നുമല്ല, കാവ്യ മാധവൻ. അയലത്ത് വരൂല. ശ്വേത ചേച്ചി, വല്ല അഭിനയം പഠിക്കാനുണ്ടെങ്കിൽ കണ്ടു പഠിച്ചോ. ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ. ആ മുത്തശ്ശി, എന്തായാലും കരഞ്ഞ ആ ഒരു മൂഡ് നിക്കല്ലേ, നമുക്ക് ഒരുമിച്ച് റീലിടാം. 1 മില്യൺ ഫോളോവേഴ്സ് ആവും. എന്റെ റീലും കൊണ്ടൊന്ന് പൊക്കെ അവിടുന്ന്. എന്റെ റീൽസിനെ ഒന്നും പറയരുത് കേട്ടോ. എനിക്ക് 100K ഫോളോവേഴ്സും 250K കമന്റും ഉണ്ട്. എടി ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നടി നീ പറഞ്ഞതൊക്കെ. ഞാനേ ഈ വയൽ വരമ്പി കൂടെ നടക്കുമ്പോ ബാക്കിന്ന് കൊറേ ഫോളോവേഴ്സും സൈഡിലിരിക്കുന്ന ചെക്കന്മാരുടെ കൊറേ കമന്റും. അതൊക്കെ ഒരു കാലം. മുത്തശ്ശി, എനിക്ക് വിശക്കുന്നു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ആ 100K ഫോളോവേഴ്സിന് എടുത്ത് കുറച്ച് കറിയും 250K കമന്റ് എടുത്ത് കുറച്ച് തോരനുണ്ടാക്കി വെക്കും. അത് നമ്മ കഞ്ഞിക്ക് കൂട്ടി കഴിക്കാല്ലോ. എടി പെണ്ണെ, ഞാൻ അവിടെ കഞ്ഞി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച് പറയാൻ നോക്കിക്കോളണം. ആ കഞ്ഞിയെക്കാട്ടിലും വലിയ തിളയാണല്ലോ അമ്മൂമ്മ ഇവിടെ നിന്ന് തിളക്കുന്നത്. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. മുത്തശ്ശി, ചെരുപ്പിട്ടോണ്ട് പോ. ചെരുപ്പ് എടുക്കാൻ പോകുന്ന ഞാൻ എന്തിനാടി ചെരുപ്പ് ഇട്ടോണ്ട് പോകുന്നു? ഈ പ്രാവശ്യത്തെ റീലിന് ഒട്ടും റീച്ച് കിട്ടിയില്ല. എന്തായാലും സെന്റിമെന്റ്സ് കയറി പിടിച്ച് ഒരു റീൽ ഇടാം. ഹായ് ഗായ്സ്, ഒരു പഴമോഹം എന്റെ ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇൻസ്റ്റഗ്രാമിലേക്കാ വന്നത്. എന്തിനായിരുന്നു ഈ പാവപ്പെണ്ണിനെ കൊണ്ട് റീൽസ് ചെയ്തത്? ഈ കണ്ണീര് കാണാനോ അതോ റീച്ച് കുറയ്ക്കാനോ ആണോ? അതോ എന്നും മുടങ്ങാണ്ട് റീൽസ് ചെയ്തതിന് തന്നതാ? ഇല്ല, ഇനി ഞാൻ റീൽസ് എടുക്കില്ല, നോക്കിക്കോ. എന്തായാലും ഒരു 10 ലൈക്കെങ്കിലും കിട്ടുമായിരിക്കും. എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് പെട്ടെന്ന് അടിക്കണേ എന്റെ സൂക്കർബർഗേ. ആരാ? എന്നെ കണ്ടിട്ടുണ്ട് തോന്നുന്നു. ഒറ്റ ഒരെണ്ണം വെച്ച് തരാൻ. ഞാൻ ഗന്ധർവൻ. ഞാൻ കണ്ടായിരുന്നു, നല്ല അടിപൊളി സിനിമയായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ ശേഷം എനിക്ക് എവിടെ ചെന്നാലും ഒരു വരയില്ല. കുട്ടി, നാം ഗന്ധർവൻ. പിന്നെ കണ്ടാലും പറയും. അതെ, ഈ കാണുന്ന ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ ഗന്ധർവനാന്ന്. തലയിൽ ഒരു LED ലൈറ്റും വെച്ചോണ്ട് ഡിസ്കോ ഡാൻസറാ? വേണ്ടി വന്നാൽ ഈ ഗന്ധർവൻ ഡിസ്കോയും കളിക്കും. I am a disco dancer. I am a disco dancer. അപ്പൊ ശരിക്കും ഗന്ധർവനാ? പിന്നെ എത്ര നേരം പറഞ്ഞു കുട്ടി, ഈ ഗന്ധർവന് നിന്നലിപ്പിൽ അപ്രത്യക്ഷനാവാൻ കഴിയും. അന്നൊന്ന് അപ്രത്യക്ഷനാവോ പ്ലീസ്? കണ്ണടയ്ക്കൂ, കണ്ണുറക്കൂ. അയ്യോ, ഗന്ധർവൻ അപ്രത്യക്ഷനായി. ഇവിടെ അപ്രത്യക്ഷനായില്ലേ? ഇത് മാത്രമല്ല, ഈ ഗന്ധർവന് മാനാവാനും മയിലാവാനും. ഈ ഡയലോഗ് പറയുമ്പോ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ കൊച്ചു വിശ്വസിക്കൂല.
കോട്ടയത്ത്. അത് ഞങ്ങളുടെ ഗന്ധർവലോകത്തെ മൈക്ക് സെറ്റ് തന്നെ. ഡയലോഗിന് ഡീലേ ഇടൂലെന്ന്. ഈ ഗന്ധർവന്റെ ഹോബി എന്തൊക്കെയാ? കൈവിടുവോട്ടെ. എന്നെ പറ്റി പൊക്കി പറയുമെന്ന് ആരും വിചാരിക്കുന്നത് എന്റെ ഹോബീസ് എന്ന് വെച്ചാൽ ഇല്ല. എനിക്കെന്നാ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഗന്ധർവലോകത്തെ ഒഴിവു സമയങ്ങളിൽ ഗാനമേളക്കൊക്കെ പോവും. അതുകൊണ്ട് തന്നെ എല്ലാരും ഗാനഗന്ധർവൻ എന്നാണ് വിളിക്കാറ്. എങ്ങനെയാ വന്നേ? ശാപം കിട്ടി. ശാപം കിട്ടിയായിരിക്കൂല, ഈ കോമഡി അവിടെ അടിച്ചിട്ട് അവര് പറഞ്ഞു വിട്ടായിരിക്കും. ആണ്ടാ വന്ന് കേറിയില്ല, വിളിയും തുടങ്ങി. എന്താ നിന്നെ ഞാൻ കായംകുളത്തെ കന്യകയുടെ വീട്ടിലല്ലേ പോവാൻ പറഞ്ഞത്? അല്ല, എന്നോട് ഇവിടെ തന്നെ പറഞ്ഞത്. കായംകുളത്തോട്ട് വന്ന 16 നമ്പർ ഗന്ധർവന, ഞാൻ 20 നമ്പർ. താണ്ടെ ഒന്ന് മാറ്റിക്കോട്ടെ. വിളിക്കണേ. അതാരാ? അത് ഞങ്ങളുടെ ഗന്ധർവലോകത്തെ സ്പീക്കറാ. പുള്ളിയെ മനസ്സിലായില്ലയോ? നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ അനൗൺസർ ആയിരുന്നു. കോട്ടയം പാല ഏറ്റുമാനൂർ വഴി മുണ്ടക്കയത്ത് പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ ഇടത് ഭാഗത്തായി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് ശാപം കിട്ടി അങ്ങോട്ട് വന്നതാ. അതെ ആ. അതെ, എന്താ ഗന്ധർവനെ എനിക്ക് ഇഷ്ട. ആണ്ടാ കിടക്കുന്നു. നമ്മളൊന്നും പറയാൻ വേണ്ട, നമ്മളൊന്നും ചെയ്യാൻ വേണ്ട. അത് അതിന്റെ കറക്റ്റ് റൂട്ടിൽ ഇങ്ങ് വന്നു. നാണിച്ചിട്ടാ. പിന്നെ ചാടിക്കറി ഇഷ്ടമെന്ന് പറഞ്ഞു നോക്കാം, നാണം. ഗന്ധർവ, ഗന്ധർവനെ ഇഷ്ടാണോ? പറ. ഗന്ധർവൻ എന്നെ മിന്നിട്ടോ. പറ. എനിക്ക് വെള്ളയില് മഞ്ഞപ്പൂക്കളുള്ള സാരി മേടിച്ചു തരുവോ? എന്നെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കോ? പറ. ആഹാ, നിന്നെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കാം. മിന്നി കേട്ട വെള്ളയില് വറ്റ കുത്തുള്ള സാരി മേടിച്ചരും. പിന്നെ പറ, എന്നാ വേണം? എന്നാ വേ ഗന്ധർവ എന്തിനാ? അതാ നേരം കൊണ്ടവന്റെ ഗന്ധർവ ഗന്ധർവ. മറ്റെന്തെങ്കിലും കാര്യം വേണോ ഗന്ധർവ എന്ന് വിളിക്കുന്നത്? ഗന്ധർവ, നിന്റെ പാദസ്പർശം ഭൂമിയിലില്ലല്ലോ ഗന്ധർവ, നീ എവിടെയാണ്? ഒരു മരത്തിന്റെ മണ്ടക്ക് കയറിയിരിക്കുന്നു. നിനക്കെന്ത്? പടാ ഇവിടുന്ന്. ഞാൻ മെയിൻ ആളാണ്. മെയിനാണെന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ കാണിക്കാവോ? പടാ ഇവിടെ പടാ. അയ്യോ, അവര് പറഞ്ഞ അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. പിന്നെ അവൻ തൊണ്ട കീറി വർത്താനം പറയുമ്പോ അവൻ അങ്ങ് നിർത്തിക്കോളും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെവിടെ നിർത്തിയേ? ആലോചിക്കുന്നത്. ആലിക്കട്ടെ. അല്ലിപ്പ ഇറങ്ങ്. അല്ല, പാല് മേടിച്ചാരാന്ന് പറയല്ലേ, കുറച്ചേരം കൂടി ഇരിക്കട്ടെ. അല്ലിപ്പ ഇറങ്ങ്. ദേ, മുത്തശ്ശി വന്ന് ഗന്ധർവനെ എന്നെ കണ്ട ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പോണേ. നീ പോവല്ലേ? ഞാൻ പോണ് ഗന്ധർവ, ഞാൻ പോട്ടാ. നിനക്ക് പോണെങ്കി പോവാം. നിന്നെ ഞാൻ പിടിച്ചു വെച്ച് അയ്യാ പോവല്ലേ, അയ്യാ പോവല്ലേ എന്നൊന്നും ഞാൻ പറയൂല. നിനക്ക് പോവാൻ വരാം, പോവാൻ വരാം, പോവാൻ വരാം. തുറന്നങ്ങ് വിട്ടേക്കുവോ? മക്കളെ, മക്കളെ. അയ്യോ, ആടിന്റെ കെട്ടഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇത് ഞാനാടി മുത്തശ്ശി. അയ്യോ, മുത്തശ്ശി വരുന്നു. നിങ്ങൾക്ക് അപ്രത്യക്ഷാവാൻ പറ്റുമെന്നല്ലേ പറഞ്ഞ? അപ്രത്യക്ഷാവും പ്ലീസ്. അത് വന്നപ്പോ പലതും പറയും എന്നും പറഞ്ഞ് നീ കണ്ണടക്കാൻ അപ്രത്യക്ഷമാവാം. അപ്രത്യക്ഷമായേ. ആരാടിയാ പോയത്? ആരോ കണ്ടല്ലോ. ആര് പോയി? ആരും പോയില്ല. ആണ്ടടേ, ഇന്നും അമ്മൂമ്മ അമ്പലത്തിൽ നിന്ന് ചെരുപ്പെടുത്തോണ്ട് വന്നു. നിങ്ങൾ ഇത് കേക്കണം. ഇതുപോലൊരു ദിവസം എടുത്തോണ്ട് വന്ന ചെരുപ്പിട്ടോണ്ട് ഞാൻ സ്കൂളിൽ ചെന്നു. എന്റെ കൂടെ പഠിക്കുന്ന സിന്ധു ചോദിക്കുക, എന്റെ അമ്മച്ചിയുടെ ചെരുപ്പനാടി നിന്റെ കാലി വന്നേന്ന് എന്നും പറഞ്ഞോണ്ട് അവൾ അത് എടുത്തോണ്ട് പോയി. പിന്നെ നഗ്ന പാതയാലാണ് ഞാൻ വീട്ടിലെത്തിയത്. നാളെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. പ്രാർത്ഥിച്ചിട്ട് മതിയാവുന്നില്ല. മോട്ടിച്ചിട്ട് മതിയാവുന്നില്ല. നിങ്ങൾ പറ. അതാണ് ഇപ്പോഴത്തെ വിഷയം. ആരാടി ആ ഉള്ളിലേക്ക് പോയത്? അതൊരു ബ്ലോഗർ. ബ്ലോഗർ. ബ്ലോഗറോ? എടാ ബ്ലോഗറെ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്റെ അടുക്കളയിൽ ബ്ലോഗ് ചെയ്യാതെ. बतापी गणपति बजे बजे हम, बतापी गणपति बजे बजे हम, बतापी गणपति बजे बजे हम, बजे बजे हम, बजे बजे हम. ഇത് വ്ളോഗർ ആണോ അതോ ഡാൻസറോ? വ്ളോഗിംഗ് വിത്ത് ഡിജെ. അശ്ശോ, മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? ഇൻസ്റ്റയിലൊക്കെ നിറയെ ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് റിക്വസ്റ്റ് വന്നാ നമുക്ക് ഒരുമിച്ച് ഒരു റീൽ എടുത്താലോ എന്ന്. അല്ലേ ഗന്ധർവ? അതെ അതെ, റീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. 3, 2, 1 go. ഓ പൊന്നു ഗന്ധർവ, അങ്ങനെ എങ്ങ് പോവല്ലടാ. കഞ്ഞി കുടിച്ചിട്ട് പോവണ്ട, ഉപ്പു തേങ്ങ ചമ്മന്തി അച്ചാറും കൂട്ടി തരണ്ട. വന്ന് കുടിച്ചിട്ട് പോവണ്ട ഗന്ധർവ. ആണ്ടാ പിന്നെ വിളിക്കുന്ന ഇവനെ കൊണ്ട് തോറ്റീന്. നീ മിണ്ടി എന്റെ വായിക്കകത്ത് കല്ലെടുത്തെറിഞ്ഞ നേരം കൊണ്ട് നീ ഗന്ധർവ ഗന്ധർവ എന്ന് വിളിക്കുന്നല്ലോടാ. നിനക്കിതൊക്കെ കണ്ടിട്ട് സൂഹിക്കുന്നില്ലേ? ഗന്ധർവ അടക്കടാ. ആഹാ, നീ ഇതൊക്കെ കൊണ്ടല്ലേ വിളിക്കുന്നു ഈ സാധനം കൊണ്ട്. ഇനി ഞാനിത് ഇനി നീ എങ്ങനെ വിളിക്കുവാടാ?
ഇടിയാ 20 മായിച്ചാണ് ഞാൻ അവൻ പിന്നെ വിളിക്കും. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഇവളെ കെട്ടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പോവാ. എന്താടാ നീ പറഞ്ഞേ? ഇവളെ കെട്ടി ഇവിടെ സുഖമായിട്ട് ജീവിക്കുമെന്ന്. നീ ഇവളെ മിന്നു കെട്ടുവോ? പറ. നീ ഇവളെ കോട്ടയത്തോടെ സിനിമ കാണിക്കോ? നീ ഇവക്ക് വെള്ളയിൽ പച്ചക്കൊത്തുള്ള സാരി മേടിച്ചു കൊടുക്കോ? പറ. ആഹാ, ഞാൻ ഇവിടെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കും, മിന്നും കെട്ടും. അല്ലേ പറ. എന്തിനാ മുത്തശ്ശി കരയുന്നേ? എനിക്ക് ഇപ്പോഴാണ് ഈ സന്തോഷായത്. എന്തിന്? 10ാം ക്ലാസ് തോറ്റ നിനക്ക് ഒക്കത്ത് വെക്കാൻ പറ്റിയൊരു ഭർത്താവിനെ കിട്ടി, കൊഞ്ചിക്കാൻ പറ്റിയൊരു കുഞ്ഞിക്കാലും കിട്ടി. സന്തോഷായില്ലേടി? പറ.